പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് അടുത്തൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇക്കണോമിക്സിലെ +1 എക്കണോമിക്സിന്റെ ഏത് യൂണിറ്റാണ് നമ്മളുള്ളത്? രണ്ടാമത്തെ യൂണിറ്റ് അല്ലേ? രണ്ടാമത്തെ യൂണിറ്റിൽ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. ഇതിൽ വളരെ 3 മേഖലകളായിട്ട് നമ്മൾ പഠിക്കുന്നത്: അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ട്രേഡ് സെക്ടർ. അതിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, അഗ്രികൾച്ചർ സെക്ടറിന്റെ അടുത്ത്. അപ്പൊ അതിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച വളരെ പ്രധാനപ്പെട്ട 2 സ്ട്രാറ്റജീസ്, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, ഏതൊക്കെയാണ്? ലാൻഡ് റിഫോംസ്, മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ. ഇനി ഇതില് ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ റവല്യൂഷനൊക്കെ നടപ്പാകണമെങ്കിൽ, പുതിയ ആധുനിക രീതിയിലുള്ള കൃഷി സംവിധാനങ്ങളൊക്കെ നടപ്പാകണമെങ്കിൽ വളരെയധികം ചെലവ് കാര്യങ്ങളൊക്കെ കർഷകർക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഡിബേറ്റ് ഓവർ സബ്സിഡി. സബ്സിഡി എന്നുള്ള ഭാഗത്തെ കുറിച്ചാണ്. എന്ത് സബ്സിഡി എന്ന് പറഞ്ഞാൽ, സബ്സിഡീസ് ആർ ദ എയ്ഡ് ഓർ അസിസ്റ്റൻസ് ടു ദ പ്രൊഡ്യൂസേഴ്സ്, മെയിൻലി ഇൻ ദ അഗ്രികൾച്ചറൽ ഫാർമേഴ്സ്. അല്ലെ, അഗ്രികൾച്ചറൽ ഫാർമേഴ്സിന് ഗവൺമെന്റ് നൽകുന്ന സഹായമാണ് സബ്സിഡി എന്ന് പറഞ്ഞാൽ. ഗവൺമെന്റിന്റെ ഒരു ചെലവാണ്, എക്സ്പെൻഡിച്ചർ ആണ് ശരിക്കും സബ്സിഡി എന്ന് പറയുന്നത്. ഗവൺമെന്റ് അവർക്ക് നൽകുന്ന സഹായമാണ്. അപ്പൊ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ സഹായം നൽകുന്നത്? നമുക്ക് നോക്കാം അല്ലെ, ഡിബേറ്റ് ഓവർ സബ്സിഡി. അപ്പൊ അതിൽ നമ്മൾ സബ്സിഡി ആവശ്യകതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ മതി. എന്താ ആവശ്യകത? The new agricultural strategy was based on modern farming with the use of HYV seeds, chemical fertilizers, pesticide or insecticides, irrigation facilities. These are very expensive, more expensive than the traditional farming. അല്ലെ, ഈ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളൊക്കെ നേരത്തെ പോലെയല്ല. നേരത്തെ കർഷകരുടെ അടുത്തുണ്ടായിരുന്ന വിത്തുകളെല്ലാം ഒഴിവാക്കി ഈ അത്യാധുനിക രീതിയിലുള്ള അത്ഭുത വിത്തുകൾ, HYV സീഡ്സ്, അല്ലെ, ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, അല്ലെ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, പുതിയ വിത്തുകൾ കർഷകർക്ക് വാങ്ങണം. അതിന് പണം വേണം, ചെലവാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളങ്ങൾ വാങ്ങണം, അല്ലെ, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ വാങ്ങണം, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം, അല്ലെ. സോ ഇത്തരത്തിലുള്ളതെല്ലാം വളരെ ചെലവേറിയതാണ്. അപ്പൊ ആ പഴയ രീതിയിലുള്ളതിനെ പോലെയല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ അന്നത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയോ? പാവപ്പെട്ടവരെ കർഷകർക്ക് കഴിയില്ല. കാരണം എന്താണ്? അഗ്രികൾച്ചർ വാസ് ദ വേ ഓഫ് ലൈഫ് ഫോർ ദം. കൃഷി അവർക്ക് വെറും ഒരു ജീവിത മാർഗമായിരുന്നു, അവരുടെ ഡെയിലി ഫുഡ് കണ്ടെത്താനുള്ള മാർഗമായിരുന്നു, അല്ലെ. അവരുടെ കുട്ടികളെ, അവരുടെ കുടുംബത്തെ പോറ്റാനുള്ള ഒരു മാർഗമായിരുന്നു. പിന്നെ അവർക്ക് എവിടുന്ന ഇത്തരത്തിലുള്ള വാങ്ങാനുള്ള ശേഷി ഉണ്ടാക്കുക? അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാങ്ങാതിരിക്കുമ്പോൾ ഈ കൃഷി രീതി നടപ്പിലാവും ഇല്ല. അപ്പൊ ഗവൺമെന്റിന് എന്ത് നിർബന്ധമായി? ഇവിടെ സബ്സിഡി, പാവപ്പെട്ട കർഷകരെ സഹായിക്കൽ നിർബന്ധമായി. അങ്ങനെയാണ് ഈ സബ്സിഡി വരുന്നത്. Therefore, to encourage farmers, അല്ലെ, കർഷകർക്ക് ഒരു എൻകറേജ് വേണം, അവിടെ ഒരു പ്രോത്സാഹനം വേണം. So to encourage farmers, the new strategy, the government provided HYV seeds, chemical fertilizers, electricity for pump sets. ഇതൊക്കെ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുത്തു at subsidized rates, അല്ലെ, സബ്സിഡി റേറ്റിൽ. സബ്സിഡി റേറ്റിൽ എന്ന് പറഞ്ഞാൽ സബ്സിഡി ഗവൺമെന്റ് സഹായിച്ചുകൊണ്ട് തന്നെ, ഗവൺമെന്റ് സഹായത്തോടു കൂടിയുള്ള റേറ്റിൽ, കുറഞ്ഞ റേറ്റിൽ. ഫോർ എക്സാമ്പിൾ, ഒരു 15,000 രൂപ വിലയുള്ള ഒരു പമ്പ് സെറ്റ്, മോട്ടോർ പമ്പ് സെറ്റ്, വെള്ളം പമ്പ് ചെയ്യാൻ ഒരു പമ്പ് സെറ്റ് കർഷകർക്ക് സബ്സിഡി കൊടുക്കുക ഗവൺമെന്റ്. 10,000 രൂപ ഗവൺമെന്റ് സബ്സിഡി, ഗവൺമെന്റ് അടക്കുന്നു. 5,000 രൂപ കർഷകർ അടച്ചാൽ മതി. അപ്പൊ ഇവിടെ 10,000 രൂപ ഗവൺമെന്റ് സബ്സിഡി നൽകുകയാണ്, അല്ലെ. അല്ലെങ്കിൽ ഗവൺമെന്റ് മുഴുവനായിട്ടും ചെയ്യണം, ഗവൺമെന്റിനെ അനുവദിച്ചു കൊടുക്കുന്നു. കീടനാശിനികൾ അനുവദിച്ചു കൊടുക്കുന്നു, കീടനാശിനികളുടെ പമ്പ് ചെയ്യാനുള്ള അതിന്റെ പമ്പുകൾ അനുവദിച്ചു കൊടുക്കുന്നു, അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പല ഉപകരണങ്ങളും, അതിൽ ഇലക്ട്രിസിറ്റി, കറണ്ട്, ഇതൊക്കെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുക, ഗവൺമെന്റിന് സഹായം നൽകുക. അതാണ് സബ്സിഡി. അത് കാരണം ഇത്രയും ചെലവേറിയ ഒരു കർഷക രീതി നടപ്പിലാണെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് പിന്മാറും. It is the encouragement of the farmers, encouraging the farmers for this new agricultural strategy, modern farming. In short, the agricultural subsidy was a burden to the government, and the burden increased. The government burden increased from for this agricultural subsidy.
ഇഷ്യൂ വരാം. Here the issue is this agricultural subsidy justified or not? Is this subsidy justified or not? This is the debate. This is subject for debate. ഇതാണ് നമ്മുടെ സംവാദത്തിന്റെ വിഷയം. അപ്പോൾ ഇവിടെ രണ്ട് ടീമുകൾ ഉണ്ടായിരിക്കും അല്ലേ? Is this subsidy justified? It is justified. Supporting arguments. സബ്സിഡി നല്ലതാണെന്ന് വാദിക്കുന്ന വിഭാഗം ഉണ്ടായിരിക്കും. എന്നാൽ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ദ സബ്സിഡി, സബ്സിഡി കൊണ്ട് ഗുണമില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ ക്ലാസ് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ്, ഒരുപാട് പോയിന്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പൊ നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, ഈസ് ദിസ് സബ്സിഡി ഈസ് ജസ്റ്റിഫൈഡ്? സബ്സിഡി ന്യായീകരിക്കാവുന്നതാണോ, നീതീകരിക്കാവുന്നതാണോ? ഓർ നോട്ട്, അല്ലെങ്കിൽ ഇത് വേണ്ടാത്തതാണോ, സബ്സിഡി ന്യായീകരിക്കാൻ പറ്റാത്തതാണോ? സോ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ്, സപ്പോർട്ടിംഗ് പോയിന്റ്, ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്ന പോയിന്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അല്ലെ, അഗ്രികൾച്ചർ, കൃഷിയിലേക്ക് ധാരാളം ആളുകളെ, കർഷകരെ സബ്സിഡി കൊണ്ട് ആകർഷിക്കും. ധാരാളം പേര് കൃഷി ചെയ്യാൻ തയ്യാറാകും. സോ മോർ ഫാമേഴ്സ്, അല്ലെ, കൃഷി ചെയ്യാൻ അറിയാവുന്ന കർഷകരൊക്കെ സബ്സിഡി മൂലം കൃഷിയിലേക്ക് ആകർഷിക്കും. സോ സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു ദ അഗ്രികൾച്ചർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സബ്സിഡീസ് ആർ എസെൻഷ്യൽ, അല്ലെ, ടു എൻകറേജ് ദ ഫാർമേഴ്സ്. ഫാർമേഴ്സ്, കർഷകർക്ക് ഇത് ശരിക്കും വളരെ അത്യാവശ്യം തന്നെയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ടു ട്രൈ ന്യൂ മെത്തേഡ്സ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ പുതിയ ഈ കാർഷിക രീതി നടപ്പിലാക്കി കർഷകർക്ക് ഒരു പ്രോത്സാഹനമാണ് സബ്സിഡി. അല്ലെ, തേർഡ് പോയിന്റ്, സബ്സിഡീസ് ആർ ഇന്നവിറ്റബിൾ ഇൻ ഇന്ത്യ where agriculture is a non-profit making business. ഇന്ത്യയിൽ ശരിക്കും എന്താണ് കൃഷി എന്ന് പറയുന്നത്? എല്ലാവരും കൃഷിയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ നെല്ലുണ്ടാക്കിയ ഭാഗത്തിലൊക്കെ ഇപ്പൊ നെല്ലുണ്ടാക്കുന്നുണ്ടോ? നിങ്ങളുടെ വയലുകളൊക്കെ പോയി നോക്ക്. എന്തുകൊണ്ടാണ്? അവിടെ കൂലി കുറവാണ്. അല്ലെ, ഫാർമേഴ്സിന്റെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂലി കുറവാണ്. ഇനി അത്തരത്തിലുള്ള കൂലിക്ക് നമ്മൾ പണിയെടുത്താൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വിളവ് കുറവായിരിക്കും. ഇങ്ങനെ ഇറ്റ് ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. ഇത് കൂടുതൽ ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്, ഒരു പ്രവൃത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സബ്സിഡി എന്താണ്? സബ്സിഡീസ് ആർ ഇന്നവിറ്റബിൾ. സബ്സിഡി ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറി. അല്ലെ, ലാഭമില്ലാത്ത ഒരു ബിസിനസ് ആകുമ്പോൾ അത് ആളുകൾ ചെയ്യണമെങ്കിൽ the subsidies are inevitable. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറുകയാണ്. Okay, then fourth point, subsidies help poor peasant. അല്ലെ, പാവപ്പെട്ട കർഷകർക്ക് ഒരു സഹായമാണ്. to buy modern agricultural input. അല്ലെ, ഈ ആധുനിക രീതിയിലുള്ള കാർഷിക വസ്തുക്കൾ, കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ, വസ്തുക്കൾ. അല്ലെ, അപ്പൊ ഏതൊക്കെയാണ്? പമ്പ് സെറ്റുകള്, അതേ രീതിയിൽ രാസവളങ്ങള്, കീടനാശിനികള്, ഇങ്ങനെയുള്ള പലതും കർഷകർക്ക് ആധുനിക രീതിയിലുള്ള കൃഷി രീതിക്ക് ആവശ്യമായിട്ടുള്ളത് വാങ്ങണമെങ്കിൽ സബ്സിഡി ആവശ്യമാണ്. Then നെക്സ്റ്റ് എത്രാമത്തെ പോയിന്റ് ആണ്? ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് അല്ലെ, സബ്സിഡീസ് റെഡ്യൂസ് ദ ഇനീക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. പാവപ്പെട്ട കർഷകർക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ് തമ്മിലുള്ള അന്തരം കുറെ കുറയും. അല്ലെ, പാവപ്പെട്ടവർ കുറച്ചുകൂടി പണം കിട്ടുമ്പോൾ അവർ കുറച്ചുകൂടി ഒന്ന് അവരെന്ത് ചെയ്യുന്നു, അവരുടെ സാമ്പത്തിക ശേഷി ഉയരും. അതുകൊണ്ട് തന്നെ അവര് റിച്ചും പുവറും തമ്മിലുള്ള അന്തരം, ഇനീക്വാളിറ്റി കുറച്ചുകൂടി കുറയും. അപ്പൊ സമത്വം, അല്ലെ, സമത്വം നടപ്പിലാക്കാനുള്ള ഒരു പോളിസി ആയിട്ട് നമുക്ക് സബ്സിഡിയെ ഗവൺമെന്റിന് ഉപയോഗിക്കാം. സബ്സിഡീസ് റെഡ്യൂസ് ദ ഇനീക്വാളിറ്റി ഡിഫറൻസ്, അല്ലെ, ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഫാർമേഴ്സ്. Then sixth point, subsidies provide great relief to farmers to overcome loss. അല്ലെ, നഷ്ടങ്ങളൊക്കെ തരണം ചെയ്യാൻ കർഷകരെ, അതിജീവിക്കാൻ കർഷകരെ സഹായിക്കും. കർഷകർക്ക് ഒരു വലിയ ആശ്വാസമാണ്, അല്ലെ, അവരുടെ നഷ്ടങ്ങളിൽ നിന്ന്.
unfavorable weather conditions, unfavorable conditions of the agricultural farmers. അല്ലെ, കർഷകർക്കുണ്ടാവുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വെതർ, കാലാവസ്ഥ, ഫ്ലഡ്സ്, അല്ലെ, ധാരാളം വെള്ളപ്പൊക്കം കൊണ്ടോ അല്ലെങ്കിൽ വരൾച്ച, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ കൃഷി നശിച്ചു പോകാൻ കാരണമായി കഴിഞ്ഞാൽ കർഷകർക്ക് ഒരുപാട് സഹായകമാവും. കർഷകരുടെ സ്വന്തം അധ്വാനവും പണവും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കർഷകർക്ക് ഒരുപാട് ആശ്വാസമാണ്, റിലീഫ് ആണ്, ആശ്വാസമാണ്. Subsidies provide a great relief to these farmers to overcome their loss due to the unfavorable weather conditions. Okay. Then, seventh point. Subsidies help to spread agriculture and increase agricultural produce. Agricultural ധാരാളം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. കൃഷി എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങും. നേരത്തെ കൃഷിയില്ലാത്ത, കൃഷിയിടങ്ങളില്ലാത്ത പുതിയ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ഹെൽപ്പ് ടു സ്പ്രെഡ് ദ അഗ്രികൾച്ചർ in many areas and to increase agricultural produce. കാർഷിക ഉൽപാദനം ഇത് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ അനുകൂലമായിട്ടുള്ള കുറെ വാദഗതികൾ നമ്മൾ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 5 മാർക്സിന് ചോദിക്കും, ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. അപ്പൊ അനുകൂലം മാത്രം പറഞ്ഞാൽ പോരാ, ഡിബേറ്റ് ആകുമ്പോൾ അതിന്റെ പ്രതികൂല വാദഗതികൾ കൂടി വരണം. എന്ന് പറഞ്ഞാൽ അതിന്റെ എതിരായ വാദമുഖങ്ങൾ. ഇനി സബ്സിഡി തെറ്റാണ്, സബ്സിഡി വേണ്ടാത്തതാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. സോ നമുക്ക് നോക്കാം. ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് സബ്സിഡി. സബ്സിഡി ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്. അല്ലെ, സബ്സിഡി നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. എതിരായ വാദഗതികൾ, ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ്. ഫസ്റ്റ് വൺ, അത് നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ഒരു സംഗതിയെ നമുക്ക് വിമർശിക്കാനും അനുകൂലിക്കാനും കഴിയണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കഴിവ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വിമർശനം എന്താണ്? റിച്ച് ഫാർമേഴ്സ് കോർണർ ദ സബ്സിഡി. ഇതിന്റെ കോട്ടങ്ങൾ കണ്ടെത്തണം നമ്മൾ. നേട്ടങ്ങൾ നേരത്തെ നമ്മൾ കണ്ടെത്തില്ല. ഫസ്റ്റ് കോട്ടം എന്താണ്? റിച്ച് ഫാർമേഴ്സ് കോർണർ ദ സബ്സിഡി. സബ്സിഡി എല്ലാം കോർണർ ചെയ്തിരിക്കുന്നത്, എല്ലാം കൊണ്ടുപോകുന്നത് സമ്പന്ന കർഷകരാണ്. അവരാണ് അത് പോക്കറ്റിലാക്കുന്നത്. സമ്പന്ന കർഷകർ പോക്കറ്റിലാക്കണം, റിച്ച് ഫാർമേഴ്സ്. അല്ലേ? സെക്കൻഡ് വൺ, എ മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അതിന്റെ എതിരായ വാദമുഖം എന്താണ്? രാസവളങ്ങളുടെ സബ്സിഡി ശരിക്കും പോകുന്നത്, ഗവൺമെന്റ് ശരിക്കും ആ രാസവള കമ്പനിക്കാണ് കൊടുത്തത്. ഗോസ് ടു ദ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഇതാർക്കാ ലാഭം? ഫെർട്ടിലൈസർ, രാസവള കമ്പനിക്കാണ്. അപ്പൊ അത്രയും വ്യവസായ പ്രമുഖർക്കാണ് അതിന്റെ ലാഭം കിട്ടിയത്, അല്ലാതെ കർഷകർക്കല്ല. അതിന്റെ കൂടുതൽ ഗുണവും കർഷകർക്ക് കിട്ടുന്നതിനേക്കാളും കിട്ടിയത് വ്യവസായികൾക്കാണ്. അവരുടെ രാസവളങ്ങള് ചെലവാകാനും അവർക്ക് അതിന്റെ നല്ലൊരു ലാഭം കിട്ടാനുമുള്ള കാരണമായി എന്നുള്ളതാണ്. സോ എ മേജർ പാർട്ട് ഓഫ് ദ ഫെർട്ടിലൈസർ രാസവളങ്ങളുടെ സബ്സിഡി ഗോസ് ടു ദ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലേക്കാണ് കൊടുത്തത്, ഇൻഡസ്ട്രിയിലേക്കാണ് പോയത്. പാവപ്പെട്ട കർഷകരെക്കാളും മറ്റുള്ളവർക്കാണ് അത് കിട്ടിയത് എന്നുള്ളത് ഇതിന്റെ ഒരു ദോഷവശമായിട്ട് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, സബ്സിഡി നീഡ് നോട്ട് ബി ഗിവൺ വൺസ് ന്യൂ ടെക്നോളജി ഈസ് അഡോപ്റ്റഡ് ആൻഡ് അഗ്രികൾച്ചർ മെയ്ഡ് പ്രോഫിറ്റബിൾ. അല്ലെ, സബ്സിഡി ആവശ്യമില്ല എന്നുള്ള, സബ്സിഡി നീഡ് നോട്ട് ബി ഗിവൺ, കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിന്? വൺസ് ന്യൂ ടെക്നോളജി ഈസ് അഡോപ്റ്റഡ്. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രാവശ്യം പുതിയ ടെക്നോളജി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ആൻഡ് അഗ്രികൾച്ചർ മെയ്ഡ് പ്രോഫിറ്റബിൾ, കൃഷി ലാഭകരമായി കഴിഞ്ഞാൽ പിന്നെയും സബ്സിഡി എന്തിനാണ് കൊടുക്കുന്നത്? അപ്പൊ സബ്സിഡി വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പല വർഷങ്ങളിലും സബ്സിഡി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൃഷിയെ ലാഭകരമാക്കി കൊണ്ടുവരികയും പുതിയ മെഷീനറികൾ കൊണ്ടുവന്നാൽ വീണ്ടും എന്തിനാണ് അവിടെ സബ്സിഡി കൊടുക്കുന്നത്? സബ്സിഡി നീഡ് നോട്ട് ബി ഗിവൺ വൺസ് ന്യൂ ടെക്നോളജി ഈസ് അഡോപ്റ്റഡ്. അല്ലെ, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു എതിർവശം. ഇനി നാലാമത്തെ നോക്കാം നമുക്ക്. ഫോർത്ത് വൺ, ഗവൺമെന്റ് ലോസ് എ ലോട്ട് ഓഫ് മണി. ഗവൺമെന്റിന് ഒരു വലിയ തുക നഷ്ടമാണ്. which could have been otherwise used for helping the poor.
ഇത്തരത്തിൽ സബ്സിഡി കൊടുക്കുന്നതിനേക്കാളും ചിലർ പറയുന്നത് പാവങ്ങളെ സഹായിക്കുന്നതാണ് നല്ലതെന്നുള്ള. ഗവൺമെന്റ് ഇത്രയും വലിയൊരു സംഖ്യ നഷ്ടമാണ്. അതർവൈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പിംഗ് ദ പുവർ, മറ്റൊരു തരത്തിൽ ഇത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണം ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. Then fifth one, failure in allocation of subsidies to real beneficiaries. യഥാർത്ഥ ഉപഭോക്താക്കൾക്ക്, യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക്, അതാണ് റിയൽ ബെനിഫിഷ്യറി, ഇതിന് നേട്ടം കിട്ടേണ്ടവർക്ക്, യഥാർത്ഥ നേട്ടം കിട്ടേണ്ടവർ, അതാണ് റിയൽ ബെനിഫിഷ്യറീസ്. സബ്സിഡീസ് ഫെയിലർ ഇൻ അലോക്കേഷൻ, അല്ലെ, സബ്സിഡി കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാരും മറ്റു കാര്യങ്ങളൊക്കെ അതിനിടയിൽ സബ്സിഡികൾ പല ആളുകളും കൈക്കലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ റിച്ച് ഫാർമേഴ്സ് അത് പോക്കറ്റിലാക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇടനിലക്കാർ കൈവശമാക്കുന്ന അവസ്ഥ. പാവപ്പെട്ട അടിത്തട്ടിലുള്ള കർഷകരുടെ അടുത്തേക്ക് ഇത് എത്തുന്നില്ല എന്നല്ല, അല്ലെ. അപ്പൊ ഈ ഫെയിലർ ഇൻ അലോക്കേഷൻ, ഇത് അലോക്കേഷൻ, ഇതിന്റെ അലോക്കേഷൻ, അല്ലെ, സബ്സിഡി അനുവദിക്കുന്നതിലുള്ള വീഴ്ച. തിരുത്താതെ എന്തിന് സബ്സിഡി കൊടുക്കണം? സിക്സ്ത് വൺ, എന്താ പറയാ, ഗിവിംഗ് subsidies when agriculture became unprofitable should no longer be continued, അല്ലെ. ഇങ്ങനെ സബ്സിഡീസ് നൽകുന്ന, അല്ലെ, കൃഷിക്ക് ഇങ്ങനെ സബ്സിഡി നൽകി വരുന്നത്, കൃഷി ഒരു നഷ്ട കച്ചവടമാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ സബ്സിഡി നൽകി വീണ്ടും വീണ്ടും ആ നഷ്ട കച്ചവടത്തിൽ നമ്മൾ ഇടപെടുന്നത്? Giving subsidies when agriculture become unprofitable should no longer be continuous. ഇങ്ങനെ നഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് എന്തിന് നമ്മൾ പണം നിക്ഷേപിച്ച് പണം നമ്മൾ ചെലവഴിക്കുന്നു? no longer be continued, തുടരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അൺപ്രോഫിറ്റബിൾ ആണ് ഏതായാലും, അല്ലെ, ലാഭമല്ലാത്തതാണ്. Then seventh point, subsidized input, അല്ലെ, subsidized input make agriculturist unaware, അല്ലെ, സബ്സിഡിയിൽ കിട്ടിയ ഇൻപുട്ടുകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അൺഅവെയർ ആയിരിക്കും. സ്വന്തം വസ്തുക്കൾ, സ്വന്തം പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിന് കേട് വരുമ്പോ മനസ്സിനൊരു വേദന ഉണ്ടാവും. ഇവിടെ അത്തരത്തിലുള്ള ഒരു വേദന ഉണ്ടാവില്ല. അതാണ് സബ്സിഡൈസ്ഡ് ഇൻപുട്ട് മേക്ക് അഗ്രികൾച്ചറിസ്റ്റ് അൺഅവെയർ ഓഫ് ദെയർ റിയൽ വാല്യൂ. അവരതിന് യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നതിൽ അവർക്ക് യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെ. സ്വന്തം പോക്കറ്റിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന പോലെയല്ല, മറ്റൊരാൾ നൽകിയത് നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയില്ല. റിസൾട്ടിങ് ഇൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ്. അങ്ങനെ ആവുമ്പോൾ എന്താവും? റിസോഴ്സ് വേസ്റ്റ് ആവും, അല്ലെ. നമ്മുടെ വിഭവങ്ങള് വേസ്റ്റ് ആവും, നഷ്ടപ്പെടും, അല്ലെ, വേസ്റ്റ് ആയി പോവും. ഓരോരുത്തരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ നമുക്ക് കിട്ടുമ്പോ, അല്ലെ, അൺഅവെയർ their value, അല്ലെ, the real value, യഥാർത്ഥ മൂല്യം അറിയാതെ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ what is the result? The resource is waste. ആ റിസോഴ്സ് വേസ്റ്റ് ആവുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും, അതായത് നമ്മൾ വേസ്റ്റ് ആകും, അശ്രദ്ധരാകും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ്, അല്ലെ, എതിരായ വാദമുഖങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് വാദമുഖങ്ങളും നിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡിബേറ്റ്, അല്ലെ, സംവാദം, വാദം. അപ്പൊ നിങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദഗതികൾ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക. Then ഇവിടെ ഇന്നത്തെ കൃഷിയിൽ ഉള്ള മറ്റു കാര്യങ്ങളൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. There is a major paradox in Indian agriculture at present, അല്ലെ. ഇന്ന് ഇന്ത്യയിലെ കൃഷിയിൽ വലിയൊരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. എന്താണ്? വലിയൊരു വിരോധാഭാസം, മേജർ പാരഡോക്സ്. എന്താണ്? കൃഷി നമുക്ക് ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, അല്ലെ. Since independence, the share of agriculture in GDP has substantially declined. GDP-യിലേക്ക് കൃഷിയുടെ സംഭാവന, കോൺട്രിബ്യൂഷൻ, ഇൻഡിപെൻഡൻസ്, ഷെയർ ഓഫ് അഗ്രികൾച്ചറിൽ നിന്നുള്ള ഷെയർ, അല്ലെ, 3 സെക്ടറുകളാണുള്ളത്. ഈ 3 സെക്ടറുകൾ നമുക്കറിയാം. ഏതാണ്? അഗ്രികൾച്ചർ സെക്ടർ,
അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ. ഈ 3 സെക്ടറുകളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് GDP-യിൽ ഉള്ള വരുമാനം വരുന്നത്. അപ്പൊ ശരിക്ക് രാജ്യം വികസിക്കുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള വരുമാനം കുറയുകയും ഇൻഡസ്ട്രിയും സർവീസും വികസിക്കുകയും വേണമെന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള GDP-യിലേക്കുള്ള ഷെയർ ഇങ്ങനെ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡിക്ലൈൻ ഫ്രം 59.26 59.26% നിന്നും കേട്ടോ 59.26% 1951 1951 1951 അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഷെയർ 59.26%. എന്നാൽ ഇത് 2015-16 ഇത് 16.1 ആണ്. 2015-16 എത്രയാണ്? 16.1%. അപ്പൊ അഗ്രികൾച്ചറിൽ നിന്നുള്ള ഷെയർ GDP-യിലേക്ക് കുറഞ്ഞു. സാധാരണ ഒരു രാജ്യം വികസിക്കുമ്പോൾ കുറയും. ഇപ്പൊ അമേരിക്കയിലും ജപ്പാനിലും ഇംഗ്ലണ്ടിലും ഒക്കെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള ഷെയർ കുറവാണ്. വികസിത രാജ്യങ്ങളിലൊക്കെ കുറവാണ്. അപ്പൊ വികസിത രാജ്യങ്ങളുടെ ടെൻഡൻസി തന്നെയാണത്. അഗ്രികൾച്ചറിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റിയിട്ട് മറ്റു വ്യാവസായിക സേവന മേഖലകൾ വളരെയധികം മെച്ചപ്പെടുമ്പോഴാണ് ഒരു രാജ്യം വികസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ അത് നമുക്കറിയാം. അഗ്രികൾച്ചറൽ ഷെയർ ആണ്, ഉൽപാദനത്തിൻ്റെതാണ്. ഇവിടെ എന്താ വിരോധാഭാസം എന്ന് പറയുന്നത്? ഉൽപാദനം ഇങ്ങനെ കുറഞ്ഞു, ബട്ട് ദ പെർസെന്റേജ് പീപ്പിൾ ഡിപെൻഡിങ് ഓൺ അഗ്രികൾച്ചർ, നേരത്തെ പറഞ്ഞ ഈ കൃഷിയിലുള്ള ജനങ്ങൾ, വർക്കിംഗ് ഫോഴ്സ്, തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നില്ല. ഇതേ രീതിയിൽ did not show the same downward tendency. They did not show the same downward tendency. ഇതേ രീതിയിലുള്ള ഒരു ഡൗൺവേർഡ് ടെൻഡൻസി അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്നവരുടെ അടുത്ത് കാണുന്നില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഡിക്ലൈൻ ഫ്രം 67.5 1951 അത് ജോലി ചെയ്യുന്നവർ, ഇത് പ്രൊഡക്ഷൻ ആണ്, ഉൽപ്പന്നമാണ്, ഉൽപ്പന്നത്തിന്റെ അളവാണ്. ജോലി ചെയ്യുന്നവരുടെ പെർസെന്റേജ് ആണ് അടുത്ത പറയുന്നത് കേട്ടോ. 67.5%. 67.5% ആണ് തൊഴിലാളികൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്. ഇന്ത്യയിലുള്ള 67.5% ആളുകൾ 1951. 2015 ഇത് എത്രയായിട്ട് കുറഞ്ഞു? 52% കുറഞ്ഞിട്ടുള്ളൂ തൊഴിലാളികളുടെ എണ്ണം. 52%. അപ്പൊ തൊഴിലാളികളുടെ എണ്ണത്തെ 67 നിന്ന് 52 ആയിട്ട് കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഉൽപ്പന്നത്തിന് 59 നിന്ന് 16 ആയിട്ട് ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം കുറയുന്നില്ല. കൃഷിയിൽ ഇപ്പോഴും ആളുകളുടെ പ്രഷർ കൂടുതലാണ്, സമ്മർദ്ദം കൂടുതലാണ്, തൊഴിലാളികൾ കൂടുതലാണ്, അല്ലെ? അപ്പൊ ആ തൊഴിലാളികൾ മറ്റു മേഖലയിലുള്ള തൊഴിലുകളൊക്കെ പഠിച്ചു പോയിട്ടില്ല, നല്ല രീതിയിലുള്ള തൊഴിൽ വിദ്യ പഠിച്ചിട്ടില്ല. കൃഷിയിൽ ഇപ്പോഴും വളരെയധികം പ്രഷർ കൂടുകയാണ്. ഗ്രാമങ്ങളിലെ കാർഷിക ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് പാവങ്ങളായിട്ട് വലിയൊരു ജനവിഭാഗം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. 67% ഇപ്പോഴും 52% ചുരുങ്ങിയിട്ടുള്ളൂ. പക്ഷെ കാർഷിക ഉൽപാദനം 59 നിന്ന് 16% അത്രയും താഴ്ന്നു. അപ്പൊ ഇത് ഈ വിരോധാഭാസം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ എണ്ണം അത്ര കുറഞ്ഞിട്ടില്ല എന്നുള്ളതും, എന്നാൽ പ്രൊഡക്ഷൻ നല്ലവണ്ണം കുറഞ്ഞു എന്നുള്ള ഈ വിരോധാഭാസം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത് ശരിക്കും തൊഴിലാളി എണ്ണം കൂടി അതിലുള്ള കൃഷിയിലുള്ള പ്രഷർ കൂടി കുറയണം. മറ്റു മേഖലയിലേക്ക് തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ട് അഭ്യസ്ത വിദ്യ നല്ല തൊഴിൽ പഠിച്ചുകൊണ്ട് മറ്റു മേഖലയിലേക്ക് മാറണം, അല്ലെ? അപ്പൊ ഈ കൃഷിയിൽ ഇന്നും നല്ലൊരു ജനസംഖ്യ, നല്ലൊരു വർക്കിംഗ് ഫോഴ്സ് കൃഷിയിൽ തന്നെയാണ്. 2015 കണക്കനുസരിച്ച് നമുക്കറിയാം. The reason for this mismatch, അല്ലെ? ഇപ്പൊ ഇവിടെ മിസ്മാച്ച് ഉണ്ട്. ശരിക്കും പ്രൊഡക്റ്റിന്റെ ശതമാനത്തിന്റെ അതേ അളവിൽ വർക്കിംഗ് ഫോഴ്സ് കുറഞ്ഞിട്ടില്ല, തൊഴിലാളികൾ എണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഈ റീസൺ ഫോർ ദിസ് മിസ്മാച്ച്, ഇത്തരത്തിലുള്ള ഈ മിസ്മാച്ച്, മാച്ചില്ലായ്മ അല്ലെ, is that the industrial sector and the service sector could not absorb people from the agriculture sector, അല്ലെ? ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറോ സർവീസ് സെക്ടറോ ഇത്രയും ആളുകളെ ഇനിയും അബ്സോർബ് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല, അല്ലെ?
ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അബ്സോർബ്, നോട്ട് അബ്സോർബ് ദ പീപ്പിൾ ഫ്രം അഗ്രികൾച്ചർ സെക്ടർ. ഈ കാർഷിക സെക്ടറിലുള്ള ആളുകൾ ഇപ്പോഴും അബ്സോർബ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ഈ മറ്റു മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റു മേഖല വളർന്നത് പോരാ. നമ്മുടെ വികസനത്തിന് വലിയൊരു പാതയിലേക്ക് നമ്മൾ ഇനിയും ഒരുപാട് പോകാനുണ്ട്. ദിസ് ഈസ് എ മേജർ ഫെയിലർ. അപ്പൊ ഇത് നമ്മുടെ വികസിത രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ മേജർ ഫെയിലർ ഓഫ് ദ പോളിസീസ് വി ഫോളോഡ് ഫ്രം 1951 to 1991. 1951 മുതൽ 1991 വരെ നമ്മൾ തുടർന്നു വന്ന പോളിസി നയങ്ങളുടെ വലിയൊരു പരാജയമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം. കേട്ടോ, മറ്റു മേഖലകൾ വളർന്നിട്ടില്ല എന്നുള്ളത്, ഉൾക്കൊള്ളാൻ മറ്റു മേഖലകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കൊരു വലിയ പരാജയമായിട്ട് പറയാം. അപ്പൊ ഈ ഡിബേറ്റും നിങ്ങളുടെ ഈ മിസ്മാച്ച്, പാരഡോക്സ് അല്ലെ, ഈ വിരോധാഭാസം, ഈ മിസ്മാച്ച് അല്ലെ, ഈ പൊരുത്തമില്ലായ്മ, ഇതൊക്കെ നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കുക. അനുകൂലമായിട്ടുള്ള വാദഗതികളും പ്രതികൂലമായിട്ടുള്ള വാദഗതികളും. ഓക്കെ, താങ്ക്സ് ടു ആൾ. A subsidy is an incentive given to an individual, business or institution, usually by the government. It is the form of a cash payment or a tax reduction. Basically, subsidies are provided by the government to specific industries to keep the prices of products and services low for people to be able to afford them, and also to encourage production and consumption. These are given to many entities in various sectors like agriculture, education, oil and food. Now, let's take a look at these different types of subsidies. Production subsidy. This type of subsidy is provided to encourage the production of a product. The government gives incentives to manufacturers to reduce their expenses while increasing their output. As a result, production and consumption grow, but the price remains the same. The drawback of such an incentive is that it may promote overproduction. Consumption subsidy. This happens when the government reduces the cost of food, education, healthcare and water. Export subsidy. An obvious fact is that a country or state earns from its exports, and exports help to balance its economy. That is why, to encourage exports, the government subsidizes the cost. However, this can be easily abused, especially by exporters who exaggerate the price of their goods so that they receive a larger incentive, eventually raising their profits at the expense of taxpayers. Employment subsidy. This incentive is given by the government to companies and organizations to enable them to provide more job opportunities. What are the advantages of a subsidy? Subsidies help make items of daily needs affordable, such as food and fuel, among others. The government provides subsidized education so that the youth of the country can become employable and thereby contribute to the GDP of the country. Subsidies are also given in the form of tax exemptions to certain sectors in a bid to promote industrialization. Traveling, for instance, has become affordable with subsidies on public transport. Notable examples of subsidy include the Rural Employment Generation Scheme called NREGA, midday meal programs, healthcare, women empowerment and farm loan waivers. These are some examples of subsidies that have helped in empowering the marginalized women and poor people of the country. Are you wondering why subsidies come under fire? Many times, they fail significantly in serving the very purpose they were provided for. They help the well-to-do sections of the society rather than the poor. To plug these loopholes into subsidy transfer, the government launched a direct benefit transfer scheme in 2013, which became later linked to Aadhaar. Keep in mind that these subsidies form a larger part of the government's expenditure, which is met by imposing higher taxes on its citizens. That's